ഇന്ന് നമുക്കൊരു വെറൈറ്റി സ്നാക്ക് തയ്യാറാക്കാം. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ഏത്തപ്പഴവും മുട്ടയും കൊണ്ടാണ്. കുറച്ച് എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു സ്നാക്കാണിത്. നമ്മളിവിടെ 3 ചെറിയ ഏത്തപ്പഴം തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത്തപ്പഴം ഇനി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം. ഇതേ രീതിയിൽ സ്വല്പം കനത്തിൽ ചരിച്ചാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. 2 മുട്ട ഒരു പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത മുട്ട കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കൈ ഉപയോഗിച്ചിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഏത്തപ്പഴവും മുട്ടയും കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/4 കപ്പ് കോൺഫ്ലവറും 1/4 കപ്പ് മൈദയുമാണ്. രണ്ടും കൂടി ഒരു പാത്രത്തിലോട്ട് എടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ പൊടിയിലോട്ട് നമുക്ക് മുട്ടയിൽ ഇളക്കി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. കുറേശ്ശെ പഴം ഇട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ എല്ലാ പഴവും പൊടിയിൽ മുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. വറക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. പഴം ഇട്ട് കൊടുത്ത് 2 മിനിറ്റിന് ശേഷം തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്കിതൊന്ന് വറക്കാം. ഇതേ രീതിയിൽ എല്ലാ പഴവും ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ പഴം എല്ലാം വറുത്തെടുത്തു. ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇങ്ങനെ ഇത് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അതെന്താണെന്ന് നോക്കാം. ഒരു പാത്രത്തിലോട്ട് 1 സ്പൂൺ പഞ്ചസാരയും 4 സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. സ്റ്റൗ കത്തിച്ചൊരു പാൻ സ്ഥലത്തോട്ട് വെച്ച് കൊടുത്ത് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഈ മിക്സ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നല്ലതായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോഴും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴത്തിൻ്റെ വെറൈറ്റി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ബൈ.